ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നും നിങ്ങളിത് എങ്ങനെയാണ് കഴിക്കണേന്നുള്ളതും പറയണം കേട്ടോ. ഇതാണ് ആ സാധനം. ഇത് പൊട്ടുവെള്ളരി എന്നാണ് പറയണത്. നമ്മൾ ഈ സമ്മർ സീസണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പൊട്ടുവെള്ളരി. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ആയിരിക്കും ആ സാധനം ഉണ്ടാവുക. പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ പൊട്ടി വരും. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ലോണം പളുപളുവെന്നായതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും മുറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിത് ഭയങ്കര കൊതിയായിട്ട് വരില്ലായിരുന്നു കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സീഡ് ഉണ്ടാവും, നമ്മുടെ വെള്ളരിക്ക പോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടാണ്. ചിലവർ അതിൻ്റെ തൊലി എടുത്തിട്ട് മാറ്റിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കും. ചിലവർ ഇതിൻ്റെ കുരു കളയും കേട്ടോ. എനിക്ക് കുരുവുള്ളത് ഇഷ്ടമാണ്. ആ ഒരു ക്രഞ്ചിനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടും എന്താ കുറച്ച് പഞ്ചസാര ഇടുക, എന്നിട്ട് നന്നായി അങ്ങ് ഇളക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല, ജസ്റ്റ് ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം വരും കേട്ടോ. അടുത്ത പരിപാടി ഭയങ്കര സിമ്പിളാണ്. ആവശ്യത്തിന് മാത്രം, ആഡംബരാക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രമുള്ള എടുക്കുക, ഇങ്ങോട്ട് കോരി കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി. ഇതിനും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പറയണേ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ പോയി ഒന്ന് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.